പശ്ചിമേഷ്യയിൽ അസ്വസ്ഥതകൾ അയവില്ലാതെ മുന്നോട്ടു പോവുകയാണ്. ഇപ്പോഴിതാ ലോകത്തെ മറ്റു രാജ്യങ്ങൾ എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ അമേരിക്കയ്ക്കിനി സാധിക്കില്ല എന്ന് അറിയിക്കുകയാണ് ഇറാൻ. പ്രതിരോധ മന്ത്രാലയ വക്താവ് റസ തലായിനിക്കാണ് അമേരിക്കയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യുഎസിന്റെ പുതിയ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് SCOയിലെ അംഗരാജ്യങ്ങളുമായി പ്രതിരോധ സൈനിക ശേഷി പങ്കിടാൻ ഇറാൻ തയ്യാറാണ്. നിയമവിരുദ്ധവും യുക്തിരഹിതവുമായ ആവശ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നും റസ തലായിനിക് പറഞ്ഞു. ഇറാനു നേരെയുള്ള ഇസ്രയേൽ അമേരിക്ക സംയുക്താക്രമണത്തിന് പിന്നാലെ ആഗോള വാണിജ്യ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് അടച്ചത് ആഗോളതലത്തിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇത് സമാധാന ചർച്ചകളിൽ ഇറാന് മേൽക്കൈ നേടിക്കൊടുക്കുന്ന തരത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ആണവ പദ്ധതികളുടെ കാര്യത്തിൽ കരാറാകാതെ തന്നെ ഹോർമുസ് കടലിടുക്ക് തുറക്കാമെന്നാണ് ഇറാന്റെ പക്ഷം. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴി ഇക്കാര്യം യുഎസിനെ അറിയിച്ചിട്ടുമുണ്ട്. ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം യുഎസ് അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായേക്കില്ല എന്നാണ് വിവരം. ആണവ പദ്ധതി ഇറാൻ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നതാണ് സ്ഥിരമായ വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. ഹോർമുസ് കടലിടുക്കിന് മേൽ സമ്പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ഇറാന്റെ ആവശ്യത്തെ ട്രംപ് അംഗീകരിക്കുന്നില്ല. ശാശ്വത സമാധാന കരാറിനായി ഏപ്രിൽ 11, 12 തീയതികളിൽ ഇറാന്റെയും യുഎസിന്റെയും പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടത്തിയ ചർച്ച പരാജയപ്പെടാൻ കാരണം ട്രംപിന്റെ ഈ നിലപാടായിരുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതായാണ് കരാറിന് തടസ്സമായതെന്ന് ചർച്ചയിൽ യുഎസ് പ്രതിനിധി സംഘത്തെ നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ തുറമുഖത്തേക്ക് പോക്കുവരവ് നടത്തുന്ന കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിൽ യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം UN-ൽ ആണവ നിർവ്യാപന കരാർ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ഇറാൻ പ്രതിനിധിയെ തിരഞ്ഞെടുത്ത വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 34 പ്രസിഡന്റുമാരിൽ ഒരാളായാണ് ഇറാനെ തിരഞ്ഞെടുത്തത്. ആണവ നിരായുധീകരണത്തെ പിന്തുണയ്ക്കുന്ന 121 വികസ്വര രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചേരിചേരാ പ്രസ്ഥാനമാണ് ഇറാന്റെ പേര് നിർദ്ദേശിച്ചത്. ഈ നടപടിക്കെതിരെ NPT അവലോകന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ വിമർശനവുമായി അമേരിക്കൻ പ്രതിനിധികൾ രംഗത്തെത്തി. ആണവ കരാറിനോട് അനാദരവ് കാണിക്കുന്ന രാജ്യത്തെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇറാന്റെ തിരഞ്ഞെടുപ്പ് തടയുന്നതിൽ പരാജയപ്പെട്ട് പ്രകോപിതനായ യുഎസ് പ്രതിനിധി ഇങ്ങനെയാണ് പറഞ്ഞത്. ഓസ്ട്രേലിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെ അമേരിക്കയുടെ ചുരുക്കം ചില സഖ്യകക്ഷികൾ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പരാതിയെ പിന്തുണച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവർ തങ്ങളുടെ ആശങ്ക രേഖപ്പെടുത്തി. എന്നാൽ ഇറാനെ മാത്രം ലക്ഷ്യം വയ്ക്കാനുള്ള ഏതൊരു നീക്കത്തെയും എതിർക്കുമെന്ന് റഷ്യ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസിഡർ റസ നജാഫി അമേരിക്കയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് പറഞ്ഞത്. ആണവായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ലോകത്തിലെ ഏക രാജ്യം അമേരിക്കയാണെന്നും ആണവ നിർവ്യാപന കരാർ ലംഘിച്ചുകൊണ്ട് അവർ സ്വന്തം ആണവശേഖരം വിപുലീകരിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ വെളിപ്പെടുത്താത്ത ആണവശേഖരത്തിന് സംരക്ഷണം നൽകിക്കൊണ്ട് പശ്ചിമേഷ്യ ആണവ വിമുക്ത മേഖലയാക്കാനുള്ള നീക്കങ്ങളെ അമേരിക്ക തടയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാന്റെ സമാധാനപരമായ ആണവ നിലയങ്ങൾക്ക് നേരെ അടുത്തിടെ നടന്ന അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും ആഗോള ആണവ നിർവ്യാപന സംവിധാനത്തിന് നേരെ നടന്ന നേരിട്ടുള്ള കടന്നാക്രമണമാണെന്നും നജാഫി കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ വിമർശിച്ച് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് രംഗത്തെത്തി. ഇറാൻ ഭരണകൂടം ട്രംപ് ഭരണകൂടത്തെ നയതന്ത്രപരമായി മറികടന്നുവെന്നും അമേരിക്കയ്ക്ക് വ്യക്തമായ ദിശാബോധമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ജർമ്മനി ഒരു നാറ്റോ സഖ്യകക്ഷിയാണ്. എന്നാൽ തങ്ങളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത സഖ്യകക്ഷികളോട് അമേരിക്കയ്ക്ക് അതൃപ്തിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.